നമസ്കാരം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നിടം വരെ നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറില്ല അല്ലേ? പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട്, ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് ഫോൺ കോള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം ശാന്തമായിട്ട് ഇരിക്കാനായിട്ടുള്ള സമയം കൂടി കണ്ടെത്താൻ ശ്രദ്ധിക്കുക. മീ ടൈം എന്നാണ് ഇതിന് പറയുക. ദിവസേന ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യുക. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ വെറുതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക, TV കണ്ടുകൊണ്ടിരിക്കുക, ഇതല്ല മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഇരുന്ന് ചെയ്യാനുള്ള ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും സ്വന്തമായിട്ട് കുറച്ചു നേരം ഇരിക്കാനുള്ള സമയം ആരും കണ്ടെത്താറില്ല. എന്നാൽ സ്വന്തമായിട്ട് ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ, സ്വന്തമായിട്ടുള്ള ഹോബി വളർത്തിയെടുക്കാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കും. കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ആശയങ്ങളും ഒക്കെ നമുക്ക് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. മീ ടൈം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അത് മൊബൈൽ TV അതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക അങ്ങനെയല്ല. ഒരു പുസ്തകം, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, പെയിന്റിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് സമയം പ്രകൃതിയിലേക്ക് ഇറങ്ങിയിരുന്ന് പ്രകൃതി ഒന്ന് കണ്ട് ആസ്വദിക്കുന്നത് നന്നായിരിക്കും. ഇതെല്ലാം നമ്മുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കും. അതായത് നമ്മൾ കുറച്ച് സമയം മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിടുമ്പോൾ മൊബൈൽ ചാർജ് ആവുന്ന പോലെയാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു മീ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചാർജ് ആവാൻ ഇത് സഹായിക്കും. നമ്മളുടെ ബാറ്ററി ഹൈ ആവും. നമ്മൾ സ്വയം ചാർജ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പി ആയിട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മീ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. മീ ടൈം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും, നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും സന്തോഷത്തോടെ വെക്കുവാനും, നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും ഇത്തരത്തിൽ സ്വയം ഹീലാവുന്നതോടുകൂടി സാധിക്കും. അതുകൊണ്ട് നമുക്ക് സ്വയം ഹീലാവാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന സമയമാണ് മീ ടൈം എന്ന് പറയുന്നത്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് മീ ടൈം. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഒരു 15 മിനിറ്റെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാനും ശാന്തമായിട്ടിരിക്കാനും നമുക്ക് വേണ്ടി സെൽഫായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഹോബീസ് കൊണ്ടുവരാനും സാധിക്കുന്ന, അല്ലെങ്കിൽ ഹോബീസ് കണ്ടെത്താൻ സാധിക്കുന്ന, ഹോബീസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ടൈം നമുക്കായിട്ട് കണ്ടെത്തുക.